നമസ്കാരം. ഇറാന്റെ കപ്പലുകളെ കത്തിച്ച അമേരിക്കൻ സൈന്യം. പശ്ചിമേഷ്യയിൽ യുദ്ധം തുടങ്ങി ഇറാനും ട്രംപും തമ്മിൽ. സമാധാന ചർച്ചയ്ക്കിടെ ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് നേരെ വെടിവെപ്പ്. എണ്ണവില കുതിച്ചുയരുന്നു. UN ജനറൽ സെക്രട്ടറിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ഇസ്രായേൽ മുന്നോട്ടു പോകുന്നു. തെക്കൻ ലെബനനിലും ഗാസയിലും ആക്രമണം തുടർക്കഥയാകുന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധപ്രതിസന്ധി തീരുന്നില്ല എന്നുള്ളതാണ്. ഇറാന്റെ കപ്പലുകളെ കത്തിച്ച അമേരിക്കൻ സൈന്യം തേരോട്ടം നടത്തുമ്പോൾ പശ്ചിമേഷ്യയിൽ യുദ്ധം തുടങ്ങുകയാണ് ഇറാനും ട്രംപും വീണ്ടും. US-ഉം ഇറാനും തമ്മിൽ വെടിനിർത്തൽ നീട്ടുന്നതിന് ധാരണയിൽ എത്തിയെന്ന് പറയപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള മറ്റൊരു നീക്കം മറുഭാഗത്ത് നടക്കുന്നത്. വെടിനിർത്തൽ നീട്ടുന്നതിനും ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുമായിട്ട് 60 ദിവസത്തെ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുവാൻ സമ്മതിച്ചതായി പ്രമുഖ മാധ്യമമായിട്ടുള്ള ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ മധ്യസ്ഥ ശ്രമങ്ങളിൽ പങ്കാളികളായിട്ടുള്ള 2 US ഉദ്യോഗസ്ഥരെയും പ്രാദേശിക സ്രോതസ്സുകളെയും ഉദ്ധരിച്ചുകൊണ്ടാണ് ആക്സിയോസ് ഈ വിവരം പുറത്തുവിട്ടത്. എന്നാൽ ഈ നിർണായക കരാറിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെ അന്തിമ അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. സമാധാന നീക്കങ്ങളിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു നയതന്ത്ര മുന്നേറ്റമായിട്ട് ഈ ധാരണാപത്രം വിലയിരുത്തപ്പെടുന്നുണ്ട് എങ്കിലും ട്രംപിന്റെ അംഗീകാരം ലഭിച്ചാൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ടും പ്രാബല്യത്തിൽ വരികയുള്ളൂ. അപ്പോൾ സമാധാന ചർച്ചകൾ നടക്കുമ്പോഴും തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിൽ പുതിയ സംഘർഷങ്ങൾ ഉണ്ടാവുകയാണ്. ഇറാനിയൻ അധികൃതരുമായിട്ട് മുൻകൂർ അറിയിക്കാതെ കടക്കാൻ ശ്രമിച്ച 4 കപ്പലുകൾക്ക് നേരെ ഇറാൻ നാവികസേന മുന്നറിയിപ്പായി വെടിയുതിർത്തിരിക്കുകയാണ്. റഡാർ ഓഫാക്കി യാത്ര ചെയ്ത ഒരു US ടാങ്കറിന് നേരെയും ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് വെടിവെച്ചിരിക്കുന്നു. ഇതിന് മറുപടിയായിട്ട് US സൈന്യവും ബന്ദർ അബ്ബാസ് തുറമുഖത്തിന് സമീപം വെടിയുതിർത്തു കഴിഞ്ഞു. ഈ സംഭവങ്ങളിൽ ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ യാത്രകൾ നിയന്ത്രിക്കുവാൻ ഇറാൻ രൂപീകരിച്ച അതോറിറ്റിക്ക് മുമ്പിൽ US കഴിഞ്ഞ ദിവസം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ചർച്ചകൾ നടക്കുന്നതിനിടയിലും ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താനാണ് US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ഈ നീക്കമെന്ന് പറയപ്പെടുന്നത്. ഹോർമൂസ് കടലിലേക്ക് ഒരു അന്താരാഷ്ട്ര ജലപാതയാണ് എന്നും അത് എല്ലാവർക്കുമായിട്ട് തുറന്നിരിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുമ്പോഴും അമേരിക്കയ്ക്ക് പൂർണ്ണമായും അനുകൂലമായ ഒരു മികച്ച കരാറിന് മാത്രമേ തങ്ങൾ തയ്യാറാകൂ എന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനികമായിട്ടുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കുവാൻ US-ന് അറിയാമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അപ്പോൾ ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇറാനിയൻ എയർലൈനുകൾക്ക് വിമാനങ്ങൾ ഇറക്കാനും ടിക്കറ്റ് വിൽക്കാനുമുള്ള അനുമതി US നിഷേധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു പങ്ക് കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്കിൽ സംഘർഷം രൂക്ഷമാകുന്നതോടുകൂടി ആഗോള വിപണിയിൽ എണ്ണവില എന്ന് പറയപ്പെടുന്നത് വീണ്ടും വർദ്ധിക്കുകയാണ്. ഈ ലോകമെമ്പാടും വിലക്കയറ്റ ഭീതിക്ക് കാരണമാവുകയാണ്. UN ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് ഇസ്രായേൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത്. അതൊരു മറ്റൊരു പ്രധാന സംഭവത്തിൽ ഐക്യരാഷ്ട്ര സഭയുടെ ജനറൽ സെക്രട്ടറി അന്തോണിയോ ഗുട്ടറസുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നതായിട്ട് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. യുദ്ധമേഖലകളിലെ ലൈംഗിക അതിക്രമ ആരോപണങ്ങളുടെ പേരിൽ ഇസ്രായേലിനെ UN കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ് ഈ തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കുവാൻ ഇസ്രായേലിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതേസമയം പശ്ചിമേഷ്യയിലെ മറ്റ് മേഖലകളിലും ആക്രമണ സാധ്യതകൾ വളരെ കൂടുതലാണ്. തെക്കൻ ലബനിലെ 6 നഗരങ്ങളിൽ ജനങ്ങളോട് അടിയന്തരമായിട്ട് തന്നെ ഒഴിഞ്ഞു പോകുവാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ലബനൻ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ടിലും ഇസ്രായേൽ കടുത്ത വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്. ഗാസയിലും ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് മരണസംഖ്യ ഉയരുന്നു. ഗാസയിൽ 2 ഹമാസ് കമാൻഡർമാർ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേൽ പൂർണ്ണമായിട്ടും നശിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുന്നത് വരെ പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാകില്ല എന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് വ്യക്തമാക്കുന്നു. ഈ കൊലപാതകങ്ങൾ പലസ്തീൻ പ്രതിരോധത്തെ തകർക്കില്ല എന്നും വിമോചന പോരാട്ടത്തെ കൂടുതൽ ശക്തമാക്കുമെന്നും ഇറാൻ പറയുകയാണ്. ഇറാന്റെ കപ്പലുകളെ കത്തിച്ചുകൊണ്ടുള്ള അമേരിക്കൻ സൈനികത്തിന്റെ വീണ്ടുമുള്ള ആക്രമണം എന്ന് പറയപ്പെടുന്നത് യുദ്ധം അവസാനിക്കുന്നില്ല എന്നുള്ളതിന്റെ സൂചനകളാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം തുടങ്ങി ഇറാനും ട്രംപും തമ്മിൽ നടത്തുന്ന വാഗ്വാദങ്ങളും വാക്ശരങ്ങളും ഒപ്പം തന്നെ മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും മറ്റു രാജ്യങ്ങൾക്ക് കൂടി തലവേദനയാകുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം.